എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ രാമായണ മാസ ആചരണ പരിപാടികളുടെ പ്രഭാഷണങ്ങളുടെ അവസാന ദിവസമാണിന്ന്. കുട്ടികളുടെ പ്രഭാഷണം കഴിഞ്ഞു. പ്രസരം സംസ്കൃത സമാജത്തിലെ സ്വാമിയാർമഠമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ അവസാന ഭാഗം ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീമതി പ്രീതി ലാൽ ആണ്. രാമായണത്തിലെ മാതൃത്വം ഏറ്റവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രീതിലാൽ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പറയുന്നത്. ഏറ്റവും സന്തോഷത്തോടും ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി പ്രീതിലാലിനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. സായിരാം, തുടങ്ങാം കേട്ടോ. മ്യൂട്ട് ആണ്. നമസ്തേ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപമായി വിരാജിച്ചരുളുന്ന ശ്രീനാരായണ പരമഹംസദേവന്റെ പാതാരബിന്ദങ്ങളിൽ പ്രണാമം. ആ ഗുരുവിലേക്കുള്ള വഴിയും വഴികാട്ടിയുമായ ആചാര്യപാദങ്ങളിൽ പ്രണമിക്കുന്നു. സ്വാമിയാർ മഠത്തിന്റെ ഓൺലൈൻ രാമായണ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണിന്ന്. അപ്പൊ എന്തായാലും ഈ അവസാന ദിവസത്തില് ഇവിടെ രാമായണത്തെ കുറിച്ച്, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, സാറ് പറഞ്ഞാൽ എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എങ്കിലും രാമായണത്തിലെ മാതൃത്വം എന്നുള്ളൊരു വിഷയമാണ് എനിക്കിവിടെ മനനത്തിനായിട്ട് തന്നിരിക്കുന്നത്. ഇപ്പൊ രാമായണത്തിലെ മാതൃത്വം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, രാമായണത്തിൽ ഒരുപാട് അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്. ശ്രീരാമചന്ദ്രദേവന്റെ അമ്മയായ കൗസല്യ ദേവിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പൊ കൗസല്യാദേവിക്ക് ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ഉത്തമനായ ഒരു പുത്രൻ ലഭിക്കാൻ ഇടയായത് തന്നെ അമ്മയുടെ പൂർവജന്മത്തിലെ സംസ്കാരവും കഴിഞ്ഞ ജന്മത്തില് അതിഥിയായി കശ്യപ പ്രജാപതി അതിഥിയും ചേർന്നിട്ട് തനിക്ക് വിഷ്ണു ഭഗവാൻ പുത്രനായിട്ട് പിറക്കണം എന്നുള്ള ആ ഒരു തപസ്സിന്റെ ഫലമായിട്ട് ഈ ജന്മത്തില് രാമചന്ദ്രൻ വിഷ്ണു രാമനായിട്ട് വന്ന് പിറക്കുകയും, അപ്പൊ അവിടുന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, പൂർവജന്മ സംസ്കാരവും ഒരു നല്ല അമ്മയുടെ തപശ്ചര്യയൊക്കെയാണ് ഒരു നല്ല പുത്രന്റെ ജനനത്തിന് എപ്പോഴും കാരണം എന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. അപ്പൊ ശ്രീരാമചന്ദ്രന്റെ കഥ എല്ലാവർക്കും അറിയാം. രാമചന്ദ്രന്റെ വനവാസത്തിന് വേണ്ടി അച്ഛൻ വിധിച്ചതിന് ശേഷം അമ്മയെ വന്ന് കാണുന്നു. അപ്പൊ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് വിഷാദമടക്കാനാവാതെ സ്വമാതാവിനോട് കരയുന്ന അമ്മയോട് പല വാക്കുകളും പറഞ്ഞ് രാമചന്ദ്രൻ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സാധാരണ അമ്മ എന്നുള്ള രീതിയിൽ അമ്മ പറയുന്നുണ്ട്, അച്ഛന്റെ വാക്കുകൾ അനുസരിക്കേണ്ടത് പുത്രന്റെ ധർമ്മമാണെങ്കിൽ അതേപോലെ തന്നെ അമ്മയുടെ വാക്കുകളും അനുസരിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരമ്മയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സകല ദൈവങ്ങളെയും പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള അമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയും ദയാനിധിയായ വിഷ്ണു ഭഗവാനെയും മൃത്യുഞ്ജയനും മഹാദേവനുമായ ഗൗരീപതിയെയും ദിശാപാലകന്മാരെയും ദുഃഖവിനാശിനിയായ ദുർഗാ ഭഗവതിയെയും ചണ്ഡികയെയും എല്ലാം വിളിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന ഒരു മാതൃഹൃദയത്തിന്റെ ദുഃഖഭാരത്തിന്റെ അനുവാച്യമായ അനുരണനമായിരുന്നു. എൻ്റെ മകൻ നടക്കുന്ന നേരത്തും വിഷമതകളൊന്നും ഇല്ലാതിരിക്കുന്ന നേരത്തും ബോധം കെട്ട് ഉറങ്ങുന്ന നേരത്തും
സന്മോദമോടെ രക്ഷിച്ചിടുവിൻ നിങ്ങൾ എന്നാണ് ഭക്തോത്തംസനായ എഴുത്തച്ഛൻ ആ സന്ദർഭം വിവരിക്കുന്നത്. ഇപ്പോൾ കൗസല്യാദേവി അനുഭവിച്ച ആ തീവ്രമായ വേദനയുടെ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊരമ്മയും തൻ്റെ പുത്രൻ അല്ലെ പുത്രി എന്ന് പറയുമ്പോൾ ഒരു മാതൃഭാവം അവിടെ വരുമ്പോൾ നമുക്കറിയാം രാമചന്ദ്രൻ ഭഗവാൻ ആദ്യം തന്നെ ഭഗവാന്റെ രൂപം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അനുരൂപമായിരിപ്പോ ഒരു ബാലഭാവത്തെ കാട്ടണമെന്നാണ് അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ലാളിക്കാനും ഒക്കെ പറ്റിയ ബാലഭാവത്തില് കാണിക്കണമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഏതൊരു സ്ത്രീ ആണെങ്കിലും ഏതൊരമ്മയാണെങ്കിലും അവിടെ സാധാരണ രീതിയിൽ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ ലാളിക്കാനായിട്ട് ഒരു ലാളനാഭാവത്തിൽ എങ്ങനെയാണോ കാണാൻ സാധിക്കുന്നത് ആ ഭാവത്തില് കാണാൻ പറ്റണമെന്ന് പറയുന്ന ഒരു ഭാവത്തിലുള്ള അമ്മയെ നമുക്ക് കാണാം. പിന്നീട് കൗസല്യാദേവി കഴിഞ്ഞാല് പിന്നെ കൈകേയിയെ നമ്മൾ കാണുന്നു. കൈകേയി എന്ന് പറയുമ്പോൾ കൈകേയിയെ കുറിച്ച് നമ്മൾ ഒരുപാട് അബദ്ധധാരണകളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു മുൻധാരണയോടുകൂടി കൈകേയിയെ കുറ്റം പറയുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ എഴുത്തച്ഛന്റെ രാമായണം അല്ലാതെ വാത്മീകി രാമായണം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൈകേയിയെ അങ്ങനെ കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം കൈകേയി ഇങ്ങനെയൊക്കെ രണ്ട് വരങ്ങളൊക്കെ ചോദിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കൈകേയി എന്ന് പറയുന്ന എല്ലാ ഗുണഗണങ്ങളും ഉള്ള അല്ലെങ്കിൽ കൗസല്യാദേവിയേക്കാൾ ശ്രീരാമചന്ദ്രനോട് സ്നേഹമുണ്ടായിരുന്ന കൈകേയിക്ക് പോലും ഒരു മന്ദര എന്ന് പറയുന്ന ആ ഒരു സംസർഗമുണ്ടായപ്പോൾ ആ അമ്മയ്ക്ക് വന്ന മാറ്റങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം സത്സംഗത്തിലൂടെയും ദുസ്സംഗത്തിലൂടെയും എങ്ങനെയൊക്കെ ഒരു ജീവന് മാറ്റം വരാം എന്നുള്ളൊരു വലിയ തത്വം മന്ദര എന്ന കഥാപാത്രത്തിലൂടെ കൈകേയി അനുഭവിക്കുന്നു. പിന്നീട് ആ അമ്മ സത്യത്തില് ജീവിതത്തിൽ സുഖമൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഭരതന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ഒരിക്കലും ഭരതൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. അമ്മയോട് വളരെ ക്രൂരമായ വാക്കുകളൊക്കെ പറയുന്നു. അങ്ങനെ അയോധ്യയിൽ ഒരു സന്തോഷകരമായ സാഹചര്യത്തിലൊന്നും അല്ല പിന്നീട് കൈകേയിയുടെ ജീവിതം നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് പോയാൽ സുമിത്ര എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയെയാണ് നമ്മൾ കാണുന്നത്. അപ്പം കൗസല്യയും കൈകേയിയേക്കാളും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന മൂന്ന് ഭാവത്തിലുള്ള മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മളവിടെ കാണുമ്പോൾ സുമിത്ര രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്ക് മാത്രമല്ല സീത, മാണ്ഡവി, ഊർമിള, ശ്രുതകീർത്തി എന്നീ പുത്രവധുക്കൾക്കും ആധ്യാത്മിക ജ്ഞാനവും ജീവിതധർമ്മവും ഉപദേശിച്ചത് സുമിത്ര എന്നുള്ള കരുത്തുറ്റ ഒരു കഥാപാത്രമായിട്ട് സുമിത്ര ദേവിയെ നമ്മളവിടെ കാണണം. അപ്പൊ രാമായണത്തിലെ പ്രധാന ഒരു വാക്യം ഏതാന്ന് ചോദിക്കാൻ പണ്ട് മുതലേ നമ്മൾ കേൾക്കും. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാ സുഖം എന്നുള്ള സുപ്രസിദ്ധമായിട്ടുള്ള ഉപദേശം സുമിത്രാദേവിയിൽ നിന്നും മകനായിട്ടുള്ള ലക്ഷ്മണൻ രാമചന്ദ്രന്റെ കൂടെ വനവാസത്തിന് പോകാൻ നേരത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തും പ്രസക്തമാണ്. രാമായണ കാലത്ത് തന്നെയല്ല, ഇന്നത്തെ സമൂഹത്തില് സഹോദരന്മാര് തമ്മില് ഉള്ള ആ ഒരു ജീവിത രീതിയിൽ ഇതുപോലുള്ള ഉപദേശങ്ങൾക്കൊക്കെ എക്കാലത്തും പ്രസക്തിയുണ്ട്. രാമം ദശരഥം വിധി, രാമനെ ദശരഥനായിട്ട് കാണൂ എന്ന് വെച്ചാൽ ജ്യേഷ്ഠനെ അച്ഛന്റെ സ്ഥാനത്താണ് എപ്പോഴും കാണാനായിട്ട് ഈ അമ്മ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ മാം വിദ്ധി ജനകാത്മജാം, ജനകാത്മജയായ സീതയെ ഞാനെന്ന് തന്നെ കരുതി വേണം നീ നമിക്കാനായിട്ട്. അത് ലക്ഷ്മണൻ തന്റെ ജീവിതത്തിൽ അങ്ങോളം തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം സീതാദേവിയുടെ ആഭരണങ്ങൾ പോലും ലക്ഷ്മണനെ പിന്നീട് കാണിക്കുന്ന സമയത്ത് ലക്ഷ്മണന് ഒരു ആഭരണവും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും കാലിൽ കിടക്കുന്ന പാദസരം കാണുമ്പോൾ പറയും ഇതെന്റെ ജ്യേഷ്ഠത്തിയുടെ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാൻ എന്നും ആ പാദങ്ങൾ നമിക്കുന്നതാണ്. അപ്പൊ അമ്മയുടെ ഉപദേശം ജീവിതത്തിൽ അങ്ങോളം പാലിച്ച ഒരു പുത്രനും കൂടിയായിരുന്നു ലക്ഷ്മണകുമാരൻ നമുക്ക് കാണാൻ സാധിക്കും. അയോധ്യാമടവിയും വിദ്ധി, അയോധ്യയെ കാടായിട്ട് കണ്ടോളൂ,
കാരണം ശ്രീരാമനില്ലാത്ത അയോധ്യ എന്ന് പറഞ്ഞാൽ അതാണ് കാട്. ശ്രീരാമൻ എവിടെയാണോ, ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്, സീതാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ഇവര് രണ്ടും ഉള്ളിടമാണ് ശരിക്കും അയോധ്യ. അവരില്ലാത്ത അയോധ്യ എന്ന് പറയുന്നത് അത് കാട് തന്നെയാണ്. അങ്ങനെ ഒരു വിഘ്നവും വരാതെ അവരുടെ വനവാസമൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു നല്ല അമ്മയായിട്ടുള്ള, മാതൃത്വത്തിന്റെ ഉദാത്ത ഭാവമായിട്ടുള്ള ഒരു അമ്മയെയാണ് നമുക്ക് സുമിത്രാദേവിയിലൂടെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് സീത എന്ന് പറയുന്ന അത്യുജ്വല കഥാപാത്രമാണ്. ഇന്നത്തെ സമൂഹത്തിലുള്ള പെൺകുട്ടികൾക്കൊക്കെ സീത എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരിക്കലും ആ ഒരു ഭാവത്തിലൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം സീത നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഭർത്താവിന് ഒരു മോശം സമയം വരുമ്പോൾ കൂടെ നിൽക്കേണ്ടവളാണ് ഭാര്യ എന്നുള്ള ഒരു വലിയ തത്വം സീതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സീതാദേവിയുടെ മഹത്വം മനസ്സിലാക്കാൻ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും മതി. അദ്ദേഹം പറയുന്നുണ്ട്, സീതയെ കുറിച്ച് എന്ത് പറയട്ടെ, മറ്റൊരു സീതയെ കണ്ടു കിട്ടണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലത്തെ സാഹിത്യം മുഴുവനും ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയട്ടെ, ഇനി വരാനിരിക്കുന്ന ലോക സാഹിത്യം മുഴുവനും തിരിയേണ്ടി വരും. കാരണം സീത അതുല്യാണ്. ഒരു കഥാപാത്രം ഒരേ ഒരു തവണ എന്നേക്കുമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. രാമന്മാർ ഒരു പക്ഷെ ഇനിയും വളരെ ഉണ്ടാവാം, എന്നാൽ സീത ഒന്നിലധികം ഒരിക്കലുമില്ല. യഥാർത്ഥ ഭാരതീയ സ്ത്രീയുടെ തനി മാതൃകയാണവർ. സീതയുടെ ഒരേ ഒരു ജീവിതത്തിൽ നിന്നാണ് ഒരു പരിപൂർണ സ്ത്രീയെ കുറിച്ചുള്ള ഭാരതത്തിന്റെ ആശയങ്ങൾ മുഴുവൻ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആര്യാവർത്തത്തിൽ ആകമാനമുള്ള ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും കുട്ടിയുടെയും ആരാധനാപാത്രമായിട്ട് അവർ ഇവിടെ നിൽക്കുന്നു. നമ്മുടെ വർഗത്തിന്റെ ചേതനയിലേക്ക് അവർ ആണ്ടിറങ്ങിയിരിക്കുന്നു. ഹിന്ദുവായ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും രക്തത്തിൽ അവർ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. നമ്മളെല്ലാം സീതയുടെ മക്കളാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ പറയണമെങ്കിൽ സീത എന്നുള്ള അത്യുജ്വല കഥാപാത്രത്തെ നമ്മളവിടെ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസം അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി പറയാനാണെങ്കിൽ ഒരുപാട് മാതൃഭാവങ്ങളെ രാമായണത്തിൽ പറയേണ്ടി വരും. അനസൂയ, അത്രി മഹർഷി, അനസൂയ, ഇവര് രണ്ടും രാമായണത്തില് വഹിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. കാരണം സീതയ്ക്ക് ഈ വനവാസ ജീവിതമൊക്കെ അനസൂയയുടെ അനർഹങ്ങളായ ഉപദേശ രത്നങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ടാണ് സീതയ്ക്ക് ഇതിനുള്ള ഒരു ആ വനവാസമൊക്കെ വളരെ ലഘൂകരിച്ചുകൊണ്ട് രാമായണത്തില് അനസൂയാദേവിയുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ സീതാദേവി പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതിമഹത്തായ തപസ്സിനി എന്ന് പേര് കേട്ട അനസൂയ വ്രതനിഷ്ഠയിലും വിശ്വപ്രശസ്തയാണ്. ആ അമ്മയുടെ ഒരു മാതൃഭാവം സീതാദേവിയെ കാണുമ്പോഴുള്ള ഉള്ളിലെ മാതൃത്വം ഉണരുകയും അവിടെ സീതാദേവിക്ക് വേണ്ടുന്ന എല്ലാ രംഗ സജ്ജീകരണങ്ങളും, സത്യം പറഞ്ഞാല് വനവാസത്തില് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ രംഗ സജ്ജീകരണങ്ങൾക്കുമുള്ള ഒരു നല്ല ഗൃഹപാഠം അനസൂയാദേവിയിൽ നിന്ന് സീതാദേവിക്ക് കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഉള്ള ഊർമിളാദേവി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിഷയം മാത്രമായിട്ട് പോലും ഊർമിളയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം രാമായണത്തിൽ നമ്മൾ സീതയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ജനകാത്മജ എന്ന് അറിയപ്പെടേണ്ട, സത്യത്തില് ജനകന്റെ ഔരസപുത്രി എന്ന് പറയുന്ന ഊർമിള അല്പം സീതയേക്കാൾ അല്പം ഒരു താഴ്ന്ന പടിയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ഊർമിളയെ കുറിച്ച് കേൾക്കുന്നത്. പക്ഷെ ഊർമിള എന്നുള്ള കഥാപാത്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഊർമിളയുടെ ത്യാഗ മനോഭാവത്തെയും കൃത്യമായ ധർമ്മനിഷ്ഠയെയും ശ്രീരാമചന്ദ്രൻ പ്രശംസിക്കുന്നുണ്ട്. കാരണം മേഘനാഥനുമായുള്ള യുദ്ധത്തിൽ ശരമേറ്റ് മോഹാലസ്യപ്പെട്ട് വീണ ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോവാൻ രാവണസേന ശ്രമിച്ച അവസരത്തില് ലക്ഷ്മണ ശരീരത്തിന്റെ ഭാരനിമിത്തം
പൊങ്ങാതെ വന്ന് അവിടെ തന്നെ കിടന്നു. ലക്ഷ്മണ ശരീരത്തില് ആവേശിച്ച ആ ശക്തിയും ഭാരവും ധർമ്മപത്നിയായ ഊർമിളയുടെ ത്യാഗത്തിന്റെ ശക്തിയും ഊർജവുമായിരുന്നുവെന്ന് ശ്രീരാമൻ തന്നെ ലക്ഷ്മണനോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഊർമിള ലക്ഷ്മണ ദമ്പതിമാർക്ക് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്, അംഗദനും ചന്ദ്രകേതുവും. അവരെ രണ്ടുപേരെയും യഥാക്രമം താരാപദം, ചന്ദ്രകാന്തം എന്നീ രാജ്യങ്ങളുടെ രാജാക്കന്മാരായി ലക്ഷ്മണൻ അവരോധിച്ചു. എന്നിട്ടാണ് ലക്ഷ്മണൻ അയോധ്യയിലേക്ക് മടങ്ങിയത്. ധർമ്മപത്നി എന്ന നിലയിൽ സത്യം പറഞ്ഞാൽ സീതയേക്കാൾ ഒരു പടിയും കൂടി മുന്നിലല്ലേ ഊർമിളയുടെ സ്ഥാനം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം സീത വനവാസത്തിന് പോയെങ്കില് കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ഊർമിള അങ്ങനല്ല. അയോധ്യയില് വിധവകളായ 3 അമ്മമാരുടെ നടുവിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു പരാതിയുമില്ലാതെ തൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അയോധ്യയിലെ രാജകൊട്ടാരത്തില് ഏകാകിനിയായിട്ട് ജീവിച്ച ഊർമിള നമ്മുടെ എല്ലാ ഉള്ളില് ഒരു മാതൃഭാവം നിറച്ചു വയ്ക്കുകയാണ്. പിന്നീട് മണ്ഡോദരി എന്ന് പറയുന്ന കഥാപാത്രം, മണ്ഡോദരി സത്യത്തിലെ രാവണന്റെ പത്നിയായ മണ്ഡോദരിയെ കുറിച്ച് പറയുമ്പോൾ പഞ്ചരത്നങ്ങളുടെ പേര് നമുക്കറിയാം. ആ പഞ്ചരത്നത്തില് ദ്രൗപദി മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിലെ കഥാപാത്രമായിട്ട് വരുന്നുള്ളൂ. ബാക്കി സീത, താര, അഹല്യ, മണ്ഡോദരി ഇവരെല്ലാം പഞ്ചരത്നങ്ങളിൽ ബാക്കി വരുന്ന 4 കഥാപാത്രങ്ങളാണ്. അപ്പൊ മണ്ഡോദരിയാണ് സത്യം പറഞ്ഞാൽ ഹനുമാൻ ആദ്യം ലങ്കയിൽ ചെന്ന് കാണുമ്പോൾ സീതാദേവി ആണോ എന്ന് സംശയിക്കുന്നത് മണ്ഡോദരിയെ കണ്ടിട്ടാണ്. ആ മണ്ഡോദരി പിന്നീട് രാവണനോട് പല പ്രാവശ്യം ഈ വരം വരായികളെ കുറിച്ചൊക്കെ ഉപദേശിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് ഒരു മാതൃത്വ ഭാവത്തിൽ നിന്നുകൊണ്ട് രാവണന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുത്ത ഒരു നല്ല പതിവ്രതാരത്നമായിരുന്ന മണ്ഡോദരി കാര്യേഷു മന്ത്രി എന്ന പൗരാണിക സങ്കല്പം രാവണ കൊട്ടാരത്തില് വിലപ്പോയിരുന്നുവെങ്കില് രാവണൻ ആപത്തിൽ പെടില്ലായിരുന്നു. കാരണം പലപ്പോഴും രാവണനെ പല കാര്യങ്ങളിലും മണ്ഡോദരി തടയുമായിരുന്നു. സ്നേഹബുദ്ധ്യ തടയാൻ ശ്രമിക്കുകയും മക്കൾ മരിച്ചപ്പോഴും സീതയെ രാമന് തിരിച്ചേൽപ്പിക്കാൻ അഭ്യർത്ഥിച്ച് രാവണന് വിനാശകാലത്തെ വിപരീത ബുദ്ധിയായിരുന്നു. ധർമ്മമാർഗത്തിൽ പരിചരിച്ചവളായിരുന്നു രാവണപത്നി എന്ന ആ പതിവ്രതാരത്നം. അപ്പൊ മണ്ഡോദരിയുടെ ആ ഒരു പാതിവൃത്യ ശക്തിയും അല്ലെങ്കിൽ മണ്ഡോദരി വഹിക്കുന്ന പഞ്ചരത്നങ്ങളിൽ എങ്ങനെ മണ്ഡോദരി വന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും രാവണന്റെ ഭാര്യ എന്നുള്ള രീതിയിലല്ല. അവിടുന്ന് നമുക്ക് മനസ്സിലാകും ഭർത്താവ് നല്ലവനല്ല എങ്കിൽ പോലും ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ രാവണന്റെ ഭാഗത്തുണ്ടെങ്കിൽ പോലും അതൊന്നും മണ്ഡോദരി എന്ന് പറയുന്ന ആ പതിവ്രതാരത്നത്തെ ബാധിക്കാതെ നല്ലൊരു അമ്മയായി മാതൃത്വഭാവത്തിൽ നിൽക്കുന്ന മണ്ഡോദരിയെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് താര എന്ന് പറഞ്ഞാൽ താരയുടെ ഉപദേശം തന്നെ രാമായണത്തിലെ വലിയ ഒരു നമ്മൾ പഠിക്കേണ്ട താരയുടെ ഒരു ഉപദേശം നമ്മളെല്ലാവരും പഠിക്കേണ്ട ഭാഗമാണ്. അപ്പൊ താര പലപ്പോഴും പറയുന്നുണ്ട്, ഇങ്ങനെ യുദ്ധത്തിൽ തോറ്റ് പോയവൻ തിരിച്ചു വരുന്നു എങ്കിൽ പേടിക്കേണ്ടതായിട്ടുണ്ട്, അവന്റെ പിന്നില് ആരോ അതുപോലുള്ള ശക്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ സുഗ്രീവനും ബാലിയുമായിട്ടുണ്ടായ 2ാമത്തെ യുദ്ധ സമയത്താണ് ആദ്യം നമ്മൾ താരയെ കാണുന്നത്. ആദ്യത്തെ യുദ്ധത്തിൽ സുഗ്രീവൻ തോറ്റു, ഗത്യന്തരമില്ലാതെ ഋഷ്യമുഖാചലത്തിൽ അഭയം തേടി രാമനെ കുറ്റം പറഞ്ഞ വാനരൻ പിന്നീട് രാമനുമായി ധാരണയിലെത്തി ആദ്യത്തെ തവണ ആളെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി അടയാളത്തിനായിട്ട് സുഗ്രീവൻ ഒരു പൂമാല ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയും പിന്നീടുള്ള കഥാഗതികളൊക്കെ നമ്മൾ അറിയുമ്പോൾ ഭർത്താവിനോട് താര കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ അത് വിശ്വപ്രശസ്തവും സ്ത്രീ സമൂഹത്തിന് മാർഗദർശവുമാക്കുന്നതാണ്. പ്രാണനാഥ, നദിയിൽ പ്രവാഹം എന്ന പോലെ വർദ്ധിച്ചു വരുന്ന കോപത്തെ അടക്കിയാലും ഇപ്പോൾ രാത്രിയായില്ലേ, നാളെ രാവിലെ യുദ്ധം ചെയ്യാം. അത്രയും ക്ഷമിക്കുന്നത് കൊണ്ട് അങ്ങേക്ക് താഴ്ചയോ ശത്രുവിന് ഉയർച്ചയോ വരുന്നില്ല. കാരണം എനിക്കെന്തോ ആശങ്കയുണ്ടാകുന്നു. അല്പം മുമ്പ് മാത്രം അങ്ങയിൽ നിന്ന് പ്രഹരമേറ്റ് തോറ്റുപോയവനാണ് ക്രുദ്ധനായി വീണ്ടും ഇപ്പോൾ പോരിന് വിളിക്കുന്നത്. ഈ തിരിച്ചുവരവും ഗർജനവും ഒക്കെ നോക്കുമ്പോൾ എനിക്കെന്തോ പന്തികേട്
തോന്നുന്നുണ്ട്. കാര്യമായ ആരോ അവന്റെ പിന്നിലുണ്ട്. സഹായിയായി സുഗ്രീവൻ ബുദ്ധിശൂന്യനല്ല. നമ്മുടെ മകൻ അങ്കദൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൻ ഇന്ന് രാവിലെ കാട്ടിൽ പോയപ്പോൾ അയോധ്യ രാജാവിന്റെ മക്കളും വീരശൂര പരാക്രമികളുമായ രാമലക്ഷ്മണന്മാര് കാട്ടിലെത്തിയിട്ടുണ്ടെന്നും സുഗ്രീവൻ അവരുമായി സഖ്യത്തിൽ ആണെന്നും ഒക്കെ ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് താര പറയുന്നതൊന്നും ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ മേധയിലേക്ക് കടക്കുന്നില്ല. പിന്നീട് സീത അന്വേഷണത്തിനായിട്ട് പോകാൻ താമസം നേരിടുന്ന സമയത്ത് ലക്ഷ്മണൻ വളരെ ക്രുദ്ധനായിട്ട് ചെല്ലുന്ന സമയത്ത് ലക്ഷ്മണനോട് താരയുടെ, അതായത് എങ്ങനെ ക്രോധത്തിൽ വരുന്ന അല്ലെങ്കിൽ ക്രുദ്ധനായിട്ട് വരുന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് വളരെ കാര്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങ് അറിഞ്ഞില്ലേ, എന്റെ ഭർത്താവ് 4 വശത്തേക്കും കിങ്കരന്മാരെ അയച്ചിട്ടുണ്ട്, സീതാദേവിയെ കണ്ടുപിടിക്കുന്നതിനായിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു താരയുടെ നയന അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ആ ഒരു ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ അങ്കദൻ എന്ന് പറയുന്ന തൻ്റെ പുത്രനെ മാതൃഭാവത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ നിന്നുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി എല്ലാ ധൈര്യവും കൊടുക്കുന്ന ഒരു താര എന്നുള്ള അമ്മയെ നമ്മൾ അവിടുന്ന് കാണുന്നു. പിന്നീട് അഹല്യയുടെ ഒരു സ്തുതി എന്നൊക്കെ പറഞ്ഞാൽ രാമായണത്തിലെ ഏറ്റവും എല്ലാ സ്തുതികളും വളരെ പ്രധാനമാണെങ്കിലും അഹല്യാസ്തുതിയൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ അഹല്യയ്ക്ക് ഒരു ഭാഗ്യം ഉണ്ടായി, പ്രസവിക്കാതെ തന്നെ 2 കുട്ടികളെ വളർത്താനുള്ള ബാലിയെയും സുഗ്രീവനെയും. ദേവേന്ദ്രന്റെയും സൂര്യന്റെയും പുത്രന്മാരായിട്ട് ബാലിയും സുഗ്രീവനും. ദേവേന്ദ്രൻ ഈ 2 കുട്ടികളെയും അഹല്യയാണ് കൊണ്ട് ഏൽപ്പിക്കുന്നത്. സൂര്യന്റെ തെരാളിയായിരുന്ന അരുണൻ അരുണീദേവി എന്നുള്ള ഒരു സ്ത്രീയായി, സുന്ദരിയായ ലാവണ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീ വേഷം കെട്ടി ദേവലോകത്ത് ചെല്ലുകയും ദേവേന്ദ്രൻ ആ വേഷത്തില് അനുരക്തനായി അങ്ങനെ ബാലി എന്നുള്ളൊരു കുട്ടി ഉണ്ടാകുന്നു. അതിനുശേഷം ഈ വേഷത്തെ ഒന്നുകൂടെ കാണണമെന്ന് സൂര്യൻ ആഗ്രഹിക്കുകയും അങ്ങനെ സൂര്യനിൽ നിന്ന് സുഗ്രീവപുത്രൻ ജനിക്കുകയും ചെയ്യുന്നു. ഈ 2 കുട്ടികളെയും ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അഹല്യയാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ പിന്നീട് നമ്മുടെ അഹല്യ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗൗതമ മഹർഷി ഒരു തീർത്ഥാടനം പോകുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഗൗതമ മഹർഷി തിരിച്ചു വരുമ്പോൾ കാണുന്നത് അഹല്യയുടെ ഒക്കത്തിരിക്കുന്ന 2 കുട്ടികളെയാണ്. ഇദ്ദേഹം ഓർക്കുന്നുണ്ട്, ഇവൾക്ക് കിട്ടിയതൊന്നും പോരെ, ഇത്ര കൊണ്ടൊന്നും പഠിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ഭാവത്തിൽ നോക്കുമ്പോൾ കഥകളൊക്കെ അറിയുന്നുവെങ്കിലും അദ്ദേഹം ശപിച്ച് വാനരന്മാരായിട്ട് പോട്ടെ എന്ന് ശാപം കൊടുക്കുന്നതാണ്. പിന്നീട് ഇവര് വാനരന്മാരായിട്ട് തീരുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പം മാതൃത്വത്തിന്റെ ഏറ്റവും നല്ല ഉദാത്ത ഭാവമായി നിന്നുകൊണ്ട് ബാലി സുഗ്രീവന്മാരെ രാമായണ കഥയുടെ ഗതി നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന അഹല്യ എന്ന് പറയുന്ന അമ്മയെ നമ്മൾ കാണുന്നു. പിന്നീട് ശബരി മാതാവ്, ശബരിമല എന്നറിയപ്പെടുന്നത് പോലും ശബരിയുടെ പേരില്. ജനിച്ച കുലമോ വളർന്ന സാഹചര്യമോ ഒന്നുമല്ല ഒരാളെ ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തിക്കുന്നുള്ള മഹത്തായ സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നു ശബരി മാതാവ്. ആ മാതാവിന്റെ ഒരു കാത്തിരിപ്പുണ്ട്. ശ്രീരാമചന്ദ്രനെ മതംഗ മഹർഷിയുടെ ഉപദേശപ്രകാരം ശരീരം ത്യജിക്കാറായിട്ടില്ല, ശ്രീരാമചന്ദ്രൻ വന്നതിന് ശേഷം മാത്രമേ നീ നിന്റെ ദേഹത്തെ ത്യജിക്കാവൂ എന്ന് പറഞ്ഞുള്ള ഉപദേശം അനുസരിച്ചുകൊണ്ട് ശ്രീരാമന് വേണ്ടിയുള്ള അമ്മയുടെ ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിച്ചു, ശരീരത്തിന്റെ ബലം കുറഞ്ഞു, എന്നിട്ട് പോലും എന്നാണ് ഭഗവാൻ വരുന്നതെന്നുള്ള ആ ഒരു അമ്മയുടെ കാത്തിരിപ്പ് നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നീട് സ്വയംപ്രഭ എന്ന് പറയുന്ന ആ ഒരു മാതൃഭാവം, ഹനുമാനൊക്കെ സീതാന്വേഷണത്തിന് ചെല്ലുമ്പോഴേക്കും അവര് വളരെ ദാഹിച്ച് വലഞ്ഞൊക്കെ ചെല്ലുന്ന സമയത്ത് സ്വയംപ്രഭ, അതായത് വിശ്വകർമാവിന്റെ പുത്രിയായ ഹേമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വയംപ്രഭ അവർക്ക് വേണ്ടുന്ന ഫലമൂലാദികളും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് അവരോട് പറയുന്നത്, ആദ്യം നിങ്ങൾ ഭക്ഷണവും ജലവും ഒക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യൂ, എന്നിട്ട് ഈ അന്വേഷണത്തിന് പുറപ്പെടൂ എന്ന് പറഞ്ഞ് മാതൃഭാവത്തില് ആ യോഗിനിയായിട്ടുള്ള മാതാവ് മുത്തുപഴുത്ത പഴങ്ങളും അമൃത സമാനമായ പാനീയങ്ങളും അവർക്ക് കൊടുക്കുകയും അവരെ പരിചയപ്പെടുത്തുന്നു. ഞാൻ വിശ്വകർമാവിന്റെ പുത്രിയും വിശ്വവശിയായ സുന്ദരിയുമായ ഹേമയുടെ തോഴിയാണ്
എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നു. ശ്രീരാമന്റെ അവദാനങ്ങൾ നിറയെ നിരത്തിക്കൊണ്ട് ഭക്തി ആദരങ്ങളോടെ പ്രകീർത്തിച്ച ആ സ്വാധി ശ്രീരാമ പാദങ്ങളിൽ വീണുകൊണ്ട് മംഗളമായ വാക്കുകളിലൂടെ ഭഗവാനെ സംതൃപ്തനാക്കുകയാണ്. അപ്പൊ അവിടെ ഈ യോഗിനി ഗുഹാവാസം അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പായിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ആ ഹനുമാനെയൊക്കെ ഒരു അമ്മയുടെ ഭാവത്തിൽ, ഒരു മാതൃഭാവത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സ്വയംപ്രഭേനെയൊക്കെ നമുക്ക് സ്വയംപ്രഭാ സ്തുതി ഒക്കെ ഗംഭീര സ്തുതിയാണ് രാമായണത്തിലെ. അങ്ങനെ രാമായണത്തിൽ പറയാൻ പോയ എല്ലാ സ്ത്രീരത്നങ്ങളും മാതൃത്വത്തിന്റെ ഉദാത്ത മാതൃകകളാണ്. മാതൃത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ മാത്രമല്ല, നമ്മൾ എപ്പോഴും ഓർക്കും മാതൃഭാവം എന്ന് പറയുമ്പോൾ സ്ത്രീയിലും ഇന്നത്തെ പല പുരുഷന്മാരെയും കാണുമ്പോൾ അമ്മയേക്കാൾ കൂടുതലായിട്ട് മാതൃഭാവത്തിൽ നിൽക്കുന്ന അച്ഛന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മാതൃത്വത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഒക്കെ രാമായണത്തിലുടനീളം കാണാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം, അതായത് മാതൃത്വത്തെ കുറിച്ച് വളരെ കുറച്ച് മാത്രം, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. കോട്ടയം സ്വാമിയാർ മഠത്തിൽ വരുന്ന ഈ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിൽ വളരെ അഭിമാനമാണ്. കാരണം കുട്ടികളോടൊക്കെ നമ്മുടെ പരമേശ്വരൻ സാറും മധുചേട്ടനും ഒക്കെ എത്ര അവർക്ക് ഒരു തരത്തിലുള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാതെ കൈപ്പുള്ള മരുന്ന് പഞ്ചസാര ചേർത്ത് തേൻ ചേർത്തൊക്കെ കൊടുക്കുന്ന ആ ഒരു ട്രിക്കോട് കൂടിയുള്ള ഇവരുടെ ആ ഒരു പരിചരണം ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന ഈ ഓൺലൈനിലും ഉള്ള എല്ലാ പഠിതാക്കൾക്കും എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. വാക്കുകൾ അത്രയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമസ്കാരം. ഏറ്റവും നല്ല വാക്കുകൾക്ക് ഒരുപാട് നമസ്കാരം. സാധാരണ നമ്മള് മാതൃത്വം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നിലയ്ക്ക് സാധാരണ ജനങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് നല്ലൊരു സ്നേഹവും വാത്സല്യവും, ഇത് രണ്ടുമാണ് പെട്ടെന്ന് മനസ്സിൽ എല്ലാവരുടെ ഉള്ളിലും വരിക. പക്ഷെ രാമായണം കാണിച്ചു തരുന്നത് എത്ര ഭംഗിയായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സും, ഓരോ അമ്മമാരും ഓരോ സാഹചര്യങ്ങളിൽ അവരുടെ കുട്ടികളെയും അല്ലാതെ മറ്റു അവരുടെ മുമ്പിൽ വരുന്നവരെയും ആ മാതൃത്വം കൊണ്ട് എങ്ങനെ ആ മാതൃത്വത്തിന്റെ വിശാലമായ ഒരു എന്താ പറയാ, വാക്കില്ലതിന് പറയാൻ, ലോകത്തിലെ ഒരു പ്രതിസന്ധിയിലും മാതൃത്വത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അത് മാതൃത്വം ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ആ ഒരു കരുത്ത് ഒരമ്മയിലുണ്ട്. അത് വെളിപ്പെടുന്നതാണ് രാമായണത്തിലൂടെ. ഇപ്പോ ഇവിടെ പ്രീതിലാല് ഓരോ ക്യാരക്ടറെയും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെയും മാതൃത്വം എങ്ങനെ പ്രതിഫലിച്ചു, പുറത്തേക്ക് എങ്ങനെ പ്രവഹിച്ചു, പ്രതിഫലിക്കല്ല എങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഏറ്റവും നല്ല ഒരു പ്രഭാഷണം തന്നെയായിരുന്നു. ഒരുപാട് അറിവുകൾ, അതായത് നമുക്കിത് മനസ്സിലാക്കണം. അത് മാതൃത്വം എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്നേഹം ഒരു വാത്സല്യവും മാത്രമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും സ്ത്രീജനങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഇത് ഉണ്ട്, ഇതെല്ലാം പുറത്തെടുക്കണം എന്ന് ഈ പ്രഭാഷണം കേട്ടാലെങ്കിലും എല്ലാവർക്കും ഒന്നും മനസ്സിലാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്. വളരെ അധികം സന്തോഷം. ഈ വേദിയെ ഇത്രയും ധന്യമാക്കിയതിന് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരം. മച്ചേട്ടാ, സംഗീതാത്മകമായ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ടുള്ള, പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ശ്രീമതി പ്രീതിലാൽ വിഷയത്തിലേക്ക് പ്രവേശിച്ചത് അങ്ങനെയാണ്. ശ്രീമതി പ്രീതിലാലിന് എൻ്റെ വിനയാദരപൂർവമുള്ള പാദനമസ്കാരം. രാമായണത്തിലെ മാതൃഭാവത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താൻ ഒരമ്മയായ പ്രീതിലാലിനെ തന്നെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. സുഖദുഃഖ സമ്മിശ്രിതമായ അമ്മമാരുടെ അനുഭവങ്ങൾ രാമായണത്തിലെ അമ്മമാരുടെ ജീവിതത്തിലൂടെ നമുക്ക് വിശദമായി തന്നെ പഠിപ്പിച്ചു തന്നു. അതിന് ഉപോത്ബലകമായിട്ട് വിവേകാനന്ദ സ്വാമികളുടെ മഹാവാക്യങ്ങൾ ഉദ്ധരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി. പഞ്ചമാതാക്കൾ മണ്ഡോദരിക്കുള്ള മാഹാത്മ്യവും സ്ഥാനവും താരയുടെ ഭർത്താവിനോടും ലക്ഷ്മണനോടുള്ള പ്രസിദ്ധമായ ഉപദേശങ്ങളും വിശദീകരിച്ചു.
മാതൃത്വത്തിന്റെ മഹനീയ ഭാവം മുഴുവൻ അവതരിപ്പിച്ച ശ്രീമതി പ്രീതിലാലിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രീതി മാഡം ഗംഭീരമായിരുന്നു കേട്ടോ, വാക്കുകളില്ല പറയാൻ. അത്രയും നന്നായിരുന്നു. മാതൃത്വം നിസ്സീമമായ സ്നേഹമാണ്. എത്ര നന്നായിട്ട് എത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. നല്ലതായിട്ട് ചെയ്തു കേട്ടോ. വെരി ഗുഡ്. രാമായണ രസായനം ആവോളം പാനം ചെയ്തവർക്ക് ഒന്നും കൂടി അവരുടെ ജീവിതചര്യയിൽ ഒന്നും കൂടി ഒന്ന് ഒരാത്മവിശ്വാസം, ഒരു ഊർജം ലഭിക്കുന്നതിന് ഉതകുന്ന ഒരു നല്ല പ്രഭാഷണമായിരുന്നു. പ്രീതിക്ക് എല്ലാവിധ ആശംസകളും. പ്രീതി നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ആശംസകൾ. അങ്ങനെ നമ്മുടെ സമാപനം ഏറ്റവും നല്ല രീതിയിൽ നടന്നു. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഈ എല്ലാ ദിവസങ്ങളിലും ധാരാളം പേര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം ഒരുപാട് പേര് കുട്ടികൾ തന്നെ ഈ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പരസ്പരം കൂട്ടുകാരുടെ പ്രോഗ്രാംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുള്ളതാണ്, നല്ല കൂട്ടുകാരെ കിട്ടും നിങ്ങൾക്ക് സ്വാമിയാർ മഠത്തില്. എന്താ വെച്ചാൽ സ്വാമിയാർ മഠത്തിലെ കുട്ടികളെല്ലാവരും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പൊ അവിടെ കിട്ടുന്ന കൂട്ടുകാരെപ്പോഴും നല്ലവരായിരിക്കും. അവിടെ ഫ്രണ്ട്ഷിപ്പ് വളർത്തണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിന് ഈ ഒരു വേദി തീർച്ചയായിട്ടും നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുട്ടികൾ, 74 കുട്ടികളോളം നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ 74 പേരും നിങ്ങൾ പരസ്പരം കൂട്ടുകാരാവണം. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ എന്താ, നിങ്ങളുടെ ഒരു ചീത്ത കൂട്ടുകെട്ടിൽ നിങ്ങൾ ഒരിക്കലും ചെന്നുപെട്ടില്ല. ഏതായാലും എല്ലാവരും കൂടെ സഹകരിച്ച് ഈ പരിപാടി ഏറ്റവും ഗംഭീരമാക്കിയതിന് ഭഗവാനോട് നന്ദി പറയുന്നു ആദ്യം. അതിനുശേഷം എല്ലാ കുട്ടികളോടും അവരുടെ പാരൻസിനോടും, അതുകൂടാതെ പ്രസരത്തിലെ എല്ലാ മുതിർന്ന ആൾക്കാരും കുട്ടികളെ അഭിനന്ദിക്കാനായി സമയം കണ്ടെത്തി ഇതിനകത്ത് കയറുകയും കുട്ടികളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് അവരോടും ഞങ്ങളെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഞായറാഴ്ച മറ്റന്നാൾ എത്തണമേ, നിർബന്ധമായിട്ടും വരണം. അതിനുശേഷം 25-ാം തീയതി ഈ 2 ഞായറാഴ്ചകൾ എല്ലാവരും വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരമേശ്വരൻ സാർ, നമസ്കാരം. സാറിനോട് നമസ്കാരം. സാറിനും മധുചേട്ടനും ആണ് ഏറ്റവും വലിയൊരു നമസ്കാരം നമ്മൾ പറയേണ്ടത്. കാരണം ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനം ഉണ്ടല്ലോ, ദൈവമേ, അത് ഇറ്റ്സ് ട്രൂലി ഡിവൈൻ. വേറെ വാക്കുകളില്ല പറയാനായിട്ട്. അതിന്റെ ഒരു നന്മ എല്ലാരിലും എത്തട്ടെ. ശ്രീരാമസ്വാമി അതിന് ഒരു എന്താ പറയണ്ടേ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഈ നന്മ ഇനി വരുന്ന തലമുറയിലേക്കും പ്രസരിക്കട്ടെ, പ്രസരിച്ചുകൊണ്ടേയിരിക്കട്ടെ. നമസ്കാരം. സന്തോഷം. അമ്മേ, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിനകത്ത് ഒരു പാർട്ടും അഭിനയിച്ചിട്ടില്ല. ഈ മഹാനായ പരമേശ്വര സാറിന്റെ അനുസ്യൂതമായ പരിശ്രമം കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. അതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല. ഭഗവാന്റെ നിയോഗം അദ്ദേഹം ഭക്തിപൂർവ്വം നിർവഹിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ശരിക്ക് മനസ്സിലാക്കി ആ ഞാനെന്നുള്ള ഭാവമെല്ലാം കളഞ്ഞ് ഒരു ഗുരുസ്ഥാനീയനായിട്ട് കുട്ടികളെ എങ്ങനെ ഈശ്വരോന്മുഖമായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതിന് ഉദാത്തമായ ഉദാഹരണമാണ് പരമേശ്വര സാറ് നിർവഹിച്ചത്. ഞാൻ ഒരുപാട് ആശ്രമങ്ങളിലെല്ലാം പോയിട്ടുണ്ട്, പലരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇത്രയേറെ കുട്ടികളോട് പ്രതിബദ്ധതയുള്ള ആ അപൂർവം ആൾക്കാരെ മാത്രമേ കണ്ടുള്ളൂ. അതിൽ അപൂർവമാണ് പരമേശ്വര സാറ്. എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികളെ വിളിച്ചു വരുത്തി വേദപഠനവും സോമന്റെ ആധ്യാത്മിക കഥകളിലെ ആ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലുള്ള താല്പര്യമൊക്കെ എത്ര പുകഴ്ത്തിയാലും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല.
അതിന് അവരെ വീണ്ടും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ രാമായണ മാസത്തിലെ 32 ദിവസവും അശ്രാന്ത പരിശ്രമം നടത്തിയ പരമേശ്വരന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം അർപ്പിക്കുന്നു. സായിരാം. നാളെ തൊട്ട് പ്രഭാഷണം ഇല്ലല്ലോ എന്നൊരു സങ്കടമേ ഉള്ളൂ. അതെ അതെ. സാറാം സാർ. സായിരാം കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സായിരാം. എല്ലാവരും ഞായറാഴ്ച വരണം കേട്ടോ. ഈ ഞായറാഴ്ച വരണം, അടുത്ത ഞായറാഴ്ചയും വരണം നിർബന്ധമായിട്ടും. വരാം.